നമസ്കാരം. എൻ്റെ പേര് വരുൺ ജി പണിക്കർ. ഞാൻ കണ്ടതാ സാറേ എന്ന സിനിമയുടെ സംവിധായകനാണ്. ഒരു സ്വതന്ത്ര സംവിധായകനായി എൻ്റെ ആദ്യ ചിത്രമാണ് ഞാൻ കണ്ടതാ സാറേ. ഞാൻ 2006 മുതൽ സിനിമാ ഫീൽഡിൽ ഉണ്ട്. അതായത് 2006 ഞാൻ ചെന്നൈയിൽ LV പ്രസാദ് ഫിലിം ആൻഡ് TV അക്കാഡമിയിൽ ഫിലിം ഡയറക്ഷന് പഠിക്കാൻ ജോയിൻ ചെയ്തത് മുതൽ സിനിമയിലാണെന്ന് പറയാം. അതിനു മുന്നേ സിനിമ തുടങ്ങുന്നത് ശരിക്കും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അത് മുതൽ തുടങ്ങി. 2009 ഞാൻ പ്രിയദർശൻ സാറിൻ്റെ കൂടെ സഹസംവിധായകനായി ചേർന്നു. പ്രിയദർശൻ സാറിൻ്റെ കൂടെ 6 സിനിമകളും മൊത്തത്തിലൊരു 10-15ഓളം സിനിമകൾ സഹസംവിധായകനായി വർക്ക് ചെയ്തതിന് ശേഷമാണ് ആദ്യ സംവിധാന സംരംഭത്തിലേക്ക് എത്തുന്നത്. ഞാൻ കണ്ടതാ സാറേ എന്ന സിനിമ ശരിക്കും കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞാനും ഇതിൻ്റെ റൈറ്റർ അരുൺ കരിമുട്ടം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് വളരെ ചെറിയ ബജറ്റിലൊരു സിനിമ പിടിക്കാമെന്ന ഒരു ആശയത്തിൽ എറണാകുളത്ത് ശരിക്കും ലുലു മാളിൽ ഇരുന്നുള്ള ഒരു ചർച്ച ചെയ്തുണ്ടായ വന്നൊരു കഥയാണ്. ഒരു ദൃക്സാക്ഷി ഒരു കുറ്റകൃത്യം കാണുന്നതും അയാളത് പറയാനായിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും എന്നാൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അയാൾ എത്തിപ്പെടുന്നതൊക്കെയാണ് കഥയുടെ ഇതിവൃത്തം. അപ്പോൾ ഈ ഒരു കഥ വെച്ച് ഞങ്ങൾ ആദ്യം ഐ വിറ്റ്നസ് എന്നായിരുന്നു പേരിട്ടത്. ഈ ഐ വിറ്റ്നസ് എന്ന് പറഞ്ഞ പേരിൽ ഇട്ട ഒരു കഥ വളരെ ചെറിയ ബജറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ആലോചിച്ച് തുടങ്ങിയ കഥ. കാരണം കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും സിനിമ ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് തുടങ്ങിയത്. പല സാധ്യതകളിലേക്ക് പോയി പല പ്രൊഡ്യൂസർമാർ ചെയ്യാമെന്നുള്ള അവസ്ഥയിൽ വന്നു. പിന്നീട് ഇതിനൊരു വെബ് സീരീസ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലേക്ക് മാറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനൊരു വെബ് സീരീസിൻ്റെ പാറ്റേണിലേക്ക് മാറ്റി എഴുതി വീണ്ടും അത് സിനിമയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 2023 ദീപു കരുണാകരൻ ഇതിൻ്റെ കോ പ്രൊഡ്യൂസറാണ്. പ്രോജക്റ്റ് തുടങ്ങിയത് പുള്ളിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. തൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ആദ്യമായി ചെയ്യാൻ വേണ്ടി പ്രോജക്റ്റുകൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ദീപു കരുണാകരൻ്റെ കമ്പനിയിൽ പുള്ളിയുടെ അടുത്ത സുഹൃത്തും എൻ്റെയും സുഹൃത്തായ ശരത്തേട്ടനാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നോക്കുന്നുണ്ട്, എന്തെങ്കിലും കഥകളുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കഥ പറഞ്ഞത് ദീപു ചേട്ടന് ഇഷ്ടമായി. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത്. പക്ഷേ ഉടനെ ചെയ്യണമെന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു. പുള്ളി വേറെ 2 സിനിമകൾ എന്താ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. 3ാമത്തെ സിനിമയായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. എന്നാൽ ആ 2 സിനിമകളും പല സാങ്കേതിക സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോവുകയും വളരെ പെട്ടെന്ന് ഈ സിനിമ പെട്ടെന്ന് തന്നെ ആർട്ടിസ്റ്റ് റെഡിയാവുകയും ഇതിൽ ഫണ്ട് ചെയ്യാനുള്ള ആൾക്കാർ വരികയും അങ്ങനെ വളരെ പെട്ടെന്ന് ഈ പ്രോജക്റ്റ് ഓപ്പൺ ആവുകയും ചെയ്തു. അതാണ് ഞാൻ കണ്ട സാറയുടെ തുടക്കം. ഇന്ദ്രജിത്തിനെ സംബന്ധിച്ചോളം ഇന്ദ്രജിത്ത് അത് ഗംഭീരമായൊരു പെർഫോമറാണ്. അപ്പോൾ ആദ്യ ചിത്രത്തിൽ തന്നെ അതുപോലെ നന്നായി പെർഫോം ചെയ്തു. അത് ഒരു ക്യാരക്ടറിനെ നമ്മൾ എത്രത്തോളം കൺസീവ് ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടിയോളം ഔട്ട്പുട്ട് തരാൻ ശേഷിയുള്ളൊരു നടനെ കിട്ടുക എന്ന് പറയുന്നതിനൊരു ഭാഗ്യമാണ്. ഇന്ദ്രജിത്താണ് ഇതിലെ നായകൻ. ജോക്കുട്ടൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. വളരെ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ കഥാപാത്രമാണ് ഇത്. ഇന്ദ്രജിത്തിനെ സംബന്ധിച്ചോളം ശരിക്കും നേരത്തെ സ്ക്രിപ്റ്റ് സംസാരിച്ചുകൊണ്ട് പുള്ളി കഥ അറിയാൻ ക്യാരക്ടർ അറിയാൻ എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ആദ്യ സംവിധായകൻ എന്നുള്ള നിലയിൽ ഞാൻ എന്താണ് ഈ കഥാപാത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ആവാം വന്ന് ആദ്യ ദിവസം തന്നെ ഫസ്റ്റ് സീൻ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. ആ സീൻ ഷൂട്ട് ചെയ്ത് തീരുന്നതിന് മുന്നേ പുള്ളി ശരിക്കും കഥാപാത്രമായിട്ട് മാറി. ഒരു 2-3 ഭാഗത്ത് പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത്, ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇത്രയും വേണ്ട, കുറച്ച് സെറ്റിലാവണം, പക്ഷേ ഒരുപാട് താഴെ ആവരുത്, കുറച്ചുകൂടെ മേളം. ഇങ്ങനെ ഓരോ ഷോട്ടിലും നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞ് പുള്ളിയെ ക്യാരക്ടറിലേക്ക് എത്തിച്ചു. ആദ്യ സീനിൽ തന്നെ പുള്ളി എത്തി. പിന്നെ എനിക്ക് അധികമൊന്നും പറയേണ്ടി വന്നിട്ടില്ല. സീൻ കൊടുക്കുക, പുള്ളി വായിക്കുന്നു, പുള്ളി വന്ന് പെർഫോം ചെയ്യുന്നു. ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് മാറിപ്പോകുന്ന ചില ഭാഗങ്ങൾ മാത്രം പുള്ളിയോട് പറയും, ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്താണോ വേണ്ടത് ചെയ്യും. അല്ലാതെ പുള്ളി ശരിക്കും പിന്നെ ഈ ഷൂട്ട് തീരുന്നത് വരെ പുള്ളി കഥാപാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരുപാട് ഇൻവോൾവായിട്ട് ഒരിക്കൽ രാത്രി 12 മണിക്ക് പുള്ളി ഫോൺ ചെയ്തു. അതായത് അവരുടെ നമുക്ക് ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ഡയമെൻഷൻ കൊടുത്താലോ. പുള്ളി ഷവറിൽ നിന്ന് കുളിച്ചുകൊണ്ട് നമ്മൾ പുള്ളിക്ക് ഒരു ഐഡിയ തോന്നി. അപ്പോൾ ആ ക്യാരക്ടറിനെ ഈ ഏറ്റവും ഗംഭീരമാക്കാൻ, ക്യാരക്ടർ ഗംഭീരമാകുമ്പോഴാണല്ലോ സിനിമ ഗംഭീരമാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിയുടെ ഉറക്കത്തിലും ഒക്കെ ഇത് തന്നെയാണ് ചിന്ത. ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും വിളിച്ചിട്ട് പുള്ളിക്ക് ഇങ്ങനെ തോന്നുന്ന ഓരോ അഭിപ്രായങ്ങൾ പറയും. അത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ. അപ്പോൾ ഇപ്പം നമുക്ക് ആ ക്യാരക്ടറിനെ നന്നാക്കാൻ വേണ്ടി തോന്നുന്നതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം പടത്തെ ബെറ്റർ ആക്കുകയാണ്. അപ്പോൾ പക്ഷേ വേണ്ടാന്ന് പറഞ്ഞാലും പുള്ളിക്ക് അങ്ങനെ ഈഗോയൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ ഓക്കെ ശരി വേണ്ട. പക്ഷേ ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് പടം തുടങ്ങിയ അവസാനം വരെ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടറിനെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം, ഈ കഥയെ മൊത്തത്തിൽ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാമെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട്. അതിപ്പോൾ ഇന്ദ്രജിത്ത് മാത്രമല്ല, ബൈജു ചേട്ടൻ ശരിക്കും നമ്മൾ ഈ കഥ പറഞ്ഞ്
കഥ പറഞ്ഞ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് അതുമുതൽ പുള്ളി പിന്നെ ആ ക്യാരക്ടറാണെന്ന് കഥാപാത്രത്തിൻ്റെ പേര് വേറെ ആയിരുന്നു. പുള്ളി തന്നെ പറഞ്ഞത് നമുക്ക് ഇങ്ങനൊരു പേരിടാം, കാരണം ഈ ക്യാരക്ടറിനെ പറ്റിയ പേരതാണ്, ഇതിൻ്റെ ലുക്കൊക്കെ പുള്ളി തന്നെ, അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. കാരണം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഇതുപോലെ കടപ്പുറത്ത് ഈ നമ്മൾ തിരുവനന്തപുരത്ത് പറഞ്ഞാൽ ഈ വാന്ത അടിച്ച് നടക്കാമെന്ന് പറയും. അപ്പം അങ്ങനെ നടക്കുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു കൂട്ടുകാരുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് പുള്ളിക്കറിയാം, അയാളെ പോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ ഒരുപാട്, അതായത് ഇങ്ങനെ നമ്മൾ ഈ എക്സ്പീരിയൻസ് ആയുള്ള ആക്ടേഴ്സിൻ്റെ ഒരുപാട് സപ്പോർട്ട് അത് ഈ സിനിമയിലുണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ ലൊക്കേഷനിൽ ഇപ്പോൾ രസകരമായ നിമിഷങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓർക്കാനൊന്നുമില്ല, കാരണം ഈ ആദ്യ സിനിമ ചെയ്യുന്നതിൻ്റെ ടെൻഷൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ പലതും കറക്റ്റാണോ, ചെയ്യുന്നത് കൃത്യമാണോ, സീൻ കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെയുള്ള, അടുത്തത് എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഒരു രസകരമായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുൾ ടെൻഷനായിരുന്നു, ഇത് കൃത്യമായി വരുമോ എന്നൊക്കെയുള്ള. പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പലതരം പ്രഷറുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റി എന്നല്ലാതെ അവിടെ ലൊക്കേഷനിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സിനിമ ശരിക്കും 2021 ആലോചിച്ച് തുടങ്ങിയതാണ്. റിലീസാകുമ്പോൾ 2024 ഈ 3 വർഷം എന്ന് പറയുന്നതിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ. കാരണം ഈ കോവിഡ് ആ ലോക്ക്ഡൗൺ കാലഘട്ടം മൊത്തത്തിൽ പ്രേക്ഷകരുടെ സിനിമ കാണുന്ന രീതിയൊക്കെ മാറി. കാരണം ഏറ്റവും കൂടുതൽ റീൽസിലും ഒക്കെ ആൾക്കാർ ഈ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തി തുടങ്ങി. അപ്പോൾ റീൽസിൻ്റെ ഒക്കെ പ്രത്യേകത അറിയാമല്ലോ, 30 സെക്കൻഡ് മാക്സിമം 1 മിനിറ്റ് അതുവരെയൊക്കെ ഉള്ളൂ. ആ ഷോർട്ട് ടൈമിൽ ഒരു കണ്ടൻറ്റ് കൊടുക്കുന്നത് അത് യൂട്യൂബ് ഷോർട്സ് ആയാലൊക്കെ തന്നെ അത് ഭയങ്കര പോപ്പുലറായി, ആൾക്കാർ അതിലേക്ക് അട്രാക്റ്റഡായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2 മണിക്കൂർ സിനിമ തിയേറ്ററിൽ ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ അത്രത്തോളം കണ്ടൻറ്റ് നമ്മൾ കൊടുത്തേ പറ്റും. അത് ഓരോ മിനിറ്റിലും കണ്ടൻറ്റ് ഉണ്ടാവണം. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ തിയേറ്റർ കണ്ടുണ്ട് പ്രേക്ഷകർ നേരെ എടുത്ത് മൊബൈൽ നോക്കിയിരിക്കും, അടുത്ത കണ്ടൻറ്റ് വരുമ്പോഴേ സ്ക്രീനിലേക്ക് നോട്ടം പോകും. ഈ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകൻ മൊബൈൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അത് തന്നെയാണ് ശരിക്കും സംവിധായകർ നേരിടുന്നൊരു ചലഞ്ച്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലെ കുറച്ച് സീനുകളിൽ ഞാൻ നമ്മൾ സിനിമ പഠിച്ചു വന്ന രീതി വെച്ച് സ്വാഭാവികമായിട്ട് ആദ്യത്തെ കുറച്ച് സീനുകളിൽ നമ്മളൊരു സ്ലോ ആയിട്ട് കഥയിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഇത് കുറേ സിനിമ കണ്ടവർ എന്നോട് പറഞ്ഞു തുടക്കത്തിൽ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഒരു സിനിമാറ്റിക് ചിന്താഗതി വെച്ചറിയാം അത് ലാഗല്ല, സിനിമയിലേക്ക് ആൾക്കാരെ എത്തിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രേക്ഷകൻ അതല്ല, അത് മാറി. കാരണം ഈ 30 സെക്കൻഡ് കൊണ്ടൊരു കഥ ഫുള്ള് കാണുന്ന ആൾക്കാരാണ്. എനിക്കറിയാം, എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് 2 മണിക്കൂർ സിനിമ ഫോർവേഡ് ചെയ്ത് 20 മിനിറ്റ് കൊണ്ട് കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കഥ അറിയാം. പ്രേക്ഷകന് വേണ്ടത് കഥയാണ്. ഭൂരിപക്ഷം പേർ, എല്ലാവരും എന്ന് പറഞ്ഞാൽ, പക്ഷേ വലിയൊരു ഭൂരിപക്ഷം പേർക്കും ഒരു കഥയെ അവരിലേക്ക് കൺവേ ചെയ്യുക എന്നുള്ളത്, അവർക്കത് എൻഗേജിങ് ആക്കി ഒരു കഥ കാണുക. അപ്പോൾ അതിപ്പം ഈ പറഞ്ഞ 1 മിനിറ്റിലും 1.5 മിനിറ്റിലൊക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ ഈ 2 മണിക്കൂർ പ്രേക്ഷകനെ ആ കഥയിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഞങ്ങളിതിൻ്റെ എഡിറ്റിങ്ങിൽ പ്ലാൻ ചെയ്തിരുന്ന രീതി സ്ലോ ആയിട്ട് തുടങ്ങി പതുക്കെ പിക്ക് ചെയ്ത് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് കുറേ സ്പീഡ് കൂടി ക്ലൈമാക്സ് ആകുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് തീർക്കുക, അങ്ങനെ ഒരു പാറ്റേൺ ആദ്യമേ എഡിറ്റിങ്ങിൽ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഞാൻ ഇപ്പോൾ ഈ മാറ്റം പ്രേക്ഷകരിലുണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മളത് മേക്കിങ്ങിൽ വരുത്തിയില്ല. പക്ഷേ അത് കുറച്ച് പേർക്കത് തുടക്കത്തിൽ കുറച്ച് ലാഗ് അങ്ങനെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ വേറെ ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നിയില്ല. കണ്ടതിൽ പലരും ഒരുപാട് പേര് പറഞ്ഞു പടം ഇഷ്ടപ്പെട്ടു, നന്നായി എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. അതൊരു ഉദാത്തമായ സിനിമയെന്നാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ എൻജോയ് ചെയ്യാവുന്ന ഒരു എൻ്റർടൈനറാണ്. അത് ഒരുപാട് പേർക്ക് അത് ഫീൽ ചെയ്തു. പിന്നെ പലരും ഒരുപാട് വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആദ്യ സിനിമയാണ്, ആദ്യ സിനിമയല്ല, ഞാൻ എൻ്റെ ഒരു തോന്നലിൽ നമ്മളൊരു 100 സിനിമ ചെയ്താലും അടുത്ത സിനിമയിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ വിമർശനങ്ങൾ അടുത്തതിൽ നന്നാക്കണമെന്നുള്ള രീതിയിൽ സ്വീകരിക്കാൻ നിലവിൽ മാനസികമായി കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഒരു സന്തോഷം. കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കുന്നത് ആദ്യ സിനിമയാണ്. അപ്പോൾ പ്രോജക്റ്റ് നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാ പുതുമുഖ സംവിധായകർക്കും ഇങ്ങനൊരു അവസ്ഥ, അതായത് പ്രോജക്റ്റ് നടക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാതെ ഒരു പ്രശ്നമില്ലാതെ ചെയ്തിട്ടുള്ളവരുണ്ടാവും. പക്ഷേ കോംപ്രമൈസുകൾ ഒരുപാട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് കഥയിൽ ആയാൽ തന്നെ, പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്നായാലും ചില ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള തരത്തിലല്ല, പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില പ്രഷറുകളും ചില വളരെ നല്ല സജഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ
സിനിമ നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാര്യം ആദ്യ സിനിമ ചെയ്ത് ഇറങ്ങിയാൽ മാത്രമേ അടുത്ത സിനിമയിലേക്ക് ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യ സിനിമ എന്ന് പറയുന്നത് ഭൂരിപക്ഷം പേർക്കും ആ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. വളരെ ചുരുക്കം പേർക്ക് അത് ഭയങ്കര എളുപ്പമായിട്ട് നടന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ശരിക്കും പറയാം 4-5 വർഷത്തെ സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള അലഞ്ഞു തിരിയലിൻ്റെ ഒടുവിലാണ് ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ മൊത്തത്തിൽ വിട്ടുകൊടുത്തിട്ടുമില്ല. ശരിക്കും കട്ടയ്ക്ക് ഉടക്കി പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല രസമാണ്. അന്ന് ഒരുപാട് ശരിക്കും മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ലതാണ്. കാരണം ഒരുപാട് സജഷൻസ് ഇങ്ങോട്ട് വന്നു, അതിനെ പറ്റില്ല എന്ന് പറയുന്നു, ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം അവസാനം അത്യാവശ്യം ഒരു എൻ്റർടൈനറായ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തി നിന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഞങ്ങൾ ആദ്യം കഥ ആലോചിക്കുമ്പോൾ മുതലേ ഇന്ദ്രജിത്ത് ചെയ്ത ഈ ജോക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രവും ബൈജു ചേട്ടൻ ചെയ്ത പാട്രിക് എന്നുള്ള ക്യാരക്ടറും, ഈ 2 പേരും ശരിക്കും ജോക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് എന്താണോ അത് തന്നെയാണ് സിനിമയിൽ വന്നത്. അതിനേക്കാൾ ഒരുപടി മുകളിൽ തൃപ്തി കിട്ടിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബൈജു ചേട്ടൻ ചെയ്ത പാട്രിക് എന്നുള്ള കഥാപാത്രം ഞങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല. ആദ്യം കഥ എഴുതുമ്പോൾ ഞങ്ങൾ ചിന്തിച്ച ഒരു കഥാപാത്രമല്ല. ബൈജു ചേട്ടനായിട്ട് തന്നെ പെർഫോം ചെയ്തത്. പക്ഷേ ഔട്ട്പുട്ടിൽ ശരിക്കും ഞങ്ങൾ വിചാരിച്ച സാധനം അല്ലെങ്കിലും ഗംഭീരമായൊരു മറ്റൊരു സാധനമായിട്ട് വന്നു. ഒരുപക്ഷെ ഇപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന ക്യാരക്ടർ നമ്മൾ ആദ്യം ജഗദീഷ് ചേട്ടനെയൊക്കെ ചിന്തിച്ചത്. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ പഴയ സ്റ്റൈലിലുള്ളൊരു ഹ്യൂമർ ഉണ്ടല്ലോ, ഒരു പാവത്താൻ, അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ ബൈജു ചേട്ടനെ സംബന്ധിച്ചോളം പുള്ളിക്ക് അത്രയും പെർഫോം ചെയ്താൽ ചിലപ്പോൾ അത് കൺവിൻസ് ആവില്ലായിരിക്കാം. പുള്ളി തന്നെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറയും, ഈ ഡയലോഗ് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ. കാരണം പുള്ളിക്കറിയാം പുള്ളിയുടെ പ്ലസും മൈനസും. പക്ഷേ പുള്ളിയുടെ ആ പോസിറ്റീവുകൾ പുള്ളി മാക്സിമം ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ക്യാരക്ടർ അല്ല വന്നതെന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ മുകളിലുള്ള മറ്റൊരു സാധനം കിട്ടി. അപ്പോൾ അതുകൊണ്ട് അതിൽ സന്തോഷമുണ്ട്. നിലവിൽ അങ്ങനെ മിക്ക കഥാപാത്രങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെയാണ്, അല്ലാതെ വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പ്രധാന കഥാപാത്രങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ച ഇതിനേക്കാളും മുകളിൽ ഉള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയതുകൊണ്ട് അല്ലാതെ വന്ന ഒരു ചെറിയ കുറവുകൾ സംഭവിച്ച ചില കഥാപാത്രങ്ങൾ അത് പ്രശ്നം തോന്നുന്നില്ല. കാരണം ആദ്യ സിനിമയാണ്, എന്തായാലും കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവണം. അതങ്ങനെ പൊയ്ക്കോളും. സീനിയർ നടന്മാർ ശരിക്കും പറഞ്ഞാൽ ഇതിൽ 4-5 പേരുണ്ട്. ഇന്ദ്രജിത്ത്, ബൈജു ചേട്ടൻ, അലൻസീർ, അനൂപ് മേനോൻ. ഇതിൽ പലരും ഇപ്പം അനൂപ് മേനോനൊക്കെ റൈറ്റർ ഡയറക്ടറോടാണ്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു, പുള്ളി ഒരു റൈറ്ററും ഡയറക്ടറൊക്കെയാണ്, പുള്ളിയെ വെക്കുന്നതിൽ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഒരുപാട് കൈകടത്തിലൊക്കെ വരാം. പക്ഷേ ഞാൻ ഈ അനൂപ് മേനോൻ ഡയറക്ഷൻ ചെയ്തപ്പോൾ അനൂപേട്ടൻ്റെ കൂടെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് ആദ്യത്തെ 2 പടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് അത് ചെയ്യില്ല. പക്ഷേ പുള്ളിയൊക്കെ വന്നിട്ട്, അതായത് ഡയലോഗ് വായിക്കുന്നു, അതേപോലെ നമ്മളെന്താണോ അതുപോലെ പറയുന്നു. ചില സമയത്ത് ഞാനൊരു ഷോട്ട് ഒരു റീടേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രിയത് എന്നോട് പറഞ്ഞു, അതല്ല വരണത് ഓക്കെ ആയിരുന്നല്ലോ, എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ എനിക്ക് കുറച്ചുകൂടെ സ്പീഡ് വരണം, നടന്നു വരുന്നൊരു സാധനം. അപ്പോൾ അവിടെ അനൂപ് കയറി പറഞ്ഞു, ഇന്ദ്ര നമുക്ക് ചെയ്യാം, അല്ല ഡയറക്ടർ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെയ്യാമല്ലോ, വാ എന്ന് പറഞ്ഞ് പുള്ളി തന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. ഇങ്ങനെ ഇന്ദ്രജിത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ആദ്യമേ ക്യാരക്ടറായി മാറി. അതിനുശേഷം ഡയറക്ടർ എന്ത് പറയുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തുകൊണ്ടത്. എൻ്റെ അനുഭവത്തിൽ പുള്ളി ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഡയറക്ടർക്ക് എന്താണ് വേണ്ടത് അതാണ് പുള്ളി ഡെലിവറി ചെയ്യുന്നത്. അത് കട്ടയ്ക്ക് കൊടുക്കും. മാത്രമല്ല പക്ഷേ ഒരുപാട് സജഷൻസ് പറയും. അത് പുള്ളിക്ക് തോന്നുന്ന എല്ലാ സിനിമയിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൽ പുള്ളി ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ കഥയെ ഒന്ന് ബെറ്ററാക്കാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ലാത്തത് തള്ളി കളഞ്ഞിട്ടുണ്ട്. അത് പുള്ളിക്ക് വിഷമമൊന്നുമില്ല. ഒരു സീൻ്റെ കേസിൽ ശരിക്കും ഞങ്ങളൊരു തർക്കം ഉണ്ടായിരുന്നു. ഒരു സീക്വൻസ് പുള്ളി പറഞ്ഞത് വർക്കാവില്ല, ഓഡിയൻസിന് കൺഫ്യൂഷൻ ആവും. ഞാൻ പറഞ്ഞല്ല, എനിക്കൊരു കൺവിക്ഷൻ ഉണ്ട്, അത് കൃത്യമായിട്ട് കയറിക്കോളും, അത് മാത്രമല്ല അത് വേണം എന്ന് പറയും. പുള്ളി പറയുന്നത് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒഴിവാക്കണ്ടേ എന്നൊക്കെ പറയും. ഞങ്ങൾ കുറേ നേരം ശരിക്കും തർക്കിച്ച് തന്നെ പറയാം. പ്രൊഡ്യൂസറും പുള്ളിയുടെ ഭാഗത്ത് നിന്നു. അങ്ങനെ ഞാനും റൈറ്ററും മാത്രമേ ഇപ്പുറത്തെ സൈഡിൽ. കുറേ തർക്കത്തിനൊടുവിൽ അവസാനം ഞാൻ പറയാം, എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്ത് പോകാം, ഒരു 4-5 ഷോട്ടിൻ്റെ കാര്യമുള്ളൂ, എടുത്തു വയ്ക്കാം, എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് വർക്കാവുന്നില്ലെങ്കിൽ കളയാം. കാരണം ഞാൻ പുതിയ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ചെയ്ത് പ്രൂവ് ചെയ്യാത്രത്തോളം എൻ്റെ വാക്കുകൾക്ക് ഞാൻ ചെയ്താൽ അത് കൃത്യമായി വരുമെന്നൊന്നും എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ അത് ഷൂട്ട് ചെയ്തു. ഡബ്ബിങ്ങിൽ ഈ സാധനം കണ്ടപ്പോൾ ഡബ്ബ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഇന്ദ്രിയത്തിനോട് പറഞ്ഞു, വരണത് വർക്കായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ
ശരിക്കും ആ ഒരു ഈഗോ ഇല്ലാതെ, അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം തെറ്റാണെന്ന് സമ്മതിക്കാനുള്ളൊരു മനസ്സ്, അത് അത്തരത്തിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ബൈചേട്ടൻ്റെ സൈഡിൽ നിന്നായാലും. അലൻസിയറിനെ കുറിച്ചൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഇതിനു മുന്നേ. അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നക്കാരനാണ്, ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ മറ്റേ ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ട് വെച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളെന്ത് പറയുന്നു അത് അതേപോലെ ചെയ്യുന്നു. പുള്ളിക്ക് പലപ്പോഴും ചില ഡയലോഗുകൾ പറയുന്നതിൻ്റെ അതിൻ്റെ പിന്നിലുള്ള റീസണൊന്നും ചില സമയത്ത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുമെങ്കിലും പുള്ളിക്ക് ചില സമയത്ത് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും പുള്ളി കാണിച്ചു. നമ്മളെന്താ പറയുക അതേപോലെ ചെയ്തു. ശരിക്കും പറയാം പുള്ളി ഗംഭീര ആക്ടറാണ്. അപ്പം പല ഷോട്ടുകളും നമ്മൾ വേറെ പല സീനിനും വേണ്ടി എടുത്ത പല റിയാക്ഷനും എടുത്തൊക്കെ ചെയ്തു. കാരണം പുള്ളി വെറുതെ നോക്കിയാൽ തന്നെ അതിലൊരു റിയാക്ഷനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഈ ആക്ടേഴ്സിനെ കിട്ടിയ ശരിക്കും പറയാം എനിക്ക് ഗുണമായിട്ടാണ് തോന്നിയത്. ഈ ഒരു പ്രഷറോ നമ്മളെ ബുദ്ധിമുട്ടിലാക്കലോ അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ഒരു സപ്പോർട്ടാണ് കൂടുതലും കിട്ടിയത്. അത് സിനിമ ചെയ്യുന്നതിനേക്കാളും വലിയ വെല്ലുവിളി അതാണെന്നാണ് ഞാനിപ്പോൾ റിലീസ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പം ഞാൻ കണ്ട സാറേ എന്ന് പറഞ്ഞ സിനിമ പ്രൊമോഷൻ വളരെ കുറവായിരുന്നു. അത് പല സാഹചര്യങ്ങൾ കൊണ്ടും ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയില്ല. വളരെ കുറച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല പ്രൊമോഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രധാനമാണ്. കാരണം സിനിമ കണ്ട ഒരുപാട് പേര് എന്നോട് വിളിച്ച് പറഞ്ഞ പടം നന്നായിട്ടുണ്ട്, എന്താ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. സിനിമ ചെയ്ത് ഇറക്കിയാൽ മാത്രം പോരാ, അതിനേക്കാളും കൂടുതൽ മാർക്കറ്റിങ്ങിലേക്ക് ശ്രദ്ധിക്കണം എന്നുള്ളത്. ഞാൻ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്രിയേറ്റീവ് സൈഡ് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഒരു പ്രൊമോഷന് വേണ്ടിയുള്ള ക്രിയേറ്റീവ്സ് ഉണ്ടാക്കാനും അതും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും കഴിയും. പക്ഷേ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് സെൽഫ് പ്രൊമോഷൻ വളരെയധികം ആവശ്യമാണെന്നിപ്പോൾ ഈ ഒരു അനുഭവം കൊണ്ട് പഠിച്ചു. അത് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. ഇനി അടുത്ത കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിനിമയുടെ പ്രമേയത്തിലൊന്നും വലിയ മാറ്റങ്ങൾ വരാനില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം സിനിമ എപ്പോഴും നമുക്ക് സാധാരണ പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള പ്രമേയങ്ങൾക്കാണ് എല്ലാ കാലത്തും പ്രസക്തി. അപ്പോൾ ഈ കാലഘട്ടത്തിലെ സാധാരണ പ്രേക്ഷകരെന്താണോ, അപ്പോൾ അത് നമുക്ക് എല്ലാവരെയും കണക്ട് ചെയ്തൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള സിനിമകളൊക്കെ വളരെ കുറവാണ്. നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. അപ്പം ചിലപ്പോൾ കോളേജ് വിദ്യാർത്ഥികളായിരിക്കും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് വേണം പ്രമേയം ഉണ്ടാക്കാൻ. അവർക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാമിലി കുടുംബ പ്രേക്ഷകരാണെങ്കിൽ, ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞാലും മുൻപ് കുടുംബ പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അന്ന് നമ്മൾ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള കുടുംബ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൻ്റെ രീതി ഇപ്പോൾ മാറി. കാരണം ഇപ്പോഴത്തെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് 90കളുടെ ശേഷം ജനിച്ച കുടുംബങ്ങളാണ്. അപ്പോൾ അവരുടെ ചിന്താഗതി പഴയ കുടുംബ പ്രേക്ഷകരെ പോലല്ല. നമ്മൾ ചില സിനിമകൾ പറയും ഇത് ഫാമിലിക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന ടൈപ്പ് സിനിമകൾ ഇപ്പോഴത്തെ ഫാമിലി നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണുന്ന സിനിമകളാണ്. കാരണം അന്നത്തെ ചെറുപ്പക്കാർ ഇപ്പോൾ കുടുംബമായി. അപ്പോൾ ഞാനൊക്കെ ഇപ്പോഴത്തെ കുടുംബ പ്രേക്ഷകനാണ്. കാരണം ഞാനിപ്പോൾ ഒരു മക്കളും ഒക്കെയുള്ള എൻ്റെ ഭാര്യയുടെ ഫാമിലിയുടെ തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പോൾ എൻ്റെയും ഇപ്പം എൻ്റെ ഭാര്യയും മക്കൾക്കുമുള്ള ടേസ്റ്റ് അതാണ് ഇപ്പോഴത്തെ കുടുംബ പ്രേക്ഷകരുടെ പൊതു ടേസ്റ്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചോളം എൻ്റെ വിശ്വാസം പണ്ട് മുതലേ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളായിരിക്കണം ഒരു ക്രിയേറ്റർ. എങ്കിലേ എന്താണ് പ്രേക്ഷകരുടെ പൾസ് അറിയാൻ പറ്റും. അതായത് പരമാവധി പറ്റിയാൽ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തിയേറ്ററിൽ പോയി കാണും, അഭിപ്രായം അറിഞ്ഞിട്ട് പോകുന്നതല്ലാതെ. ഞാനതിപ്പോഴും പരമാവധി ശ്രമിക്കാറുണ്ട്. രാവിലെ ചില സിനിമയുടെയൊക്കെ 6 മണിക്കൊക്കെ ഫാൻ ഷോ വരും. അപ്പോൾ അതിന് ടിക്കറ്റ് എടുത്ത് മാക്സിമം പോയി കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം തിയേറ്ററിൽ പോയി കാണുന്ന പ്രേക്ഷകരുടെ ടേസ്റ്റ് അത് അറിയുക പ്രധാനമാണ്. ഇതേപോലെ തന്നെ തിയേറ്റർ പോലെ തന്നെ ഇപ്പോൾ വളരെ തിയേറ്ററിനേക്കാളും ഒക്കെ പ്രാധാന്യമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് OTT. ഈ തിയേറ്ററിൽ പോയി കാണുന്ന പ്രേക്ഷകരുടെ പൾസല്ല OTTയിൽ കാണുന്നവരുടെ. തിയേറ്ററിൽ വലിയ ഹിറ്റായ പല സിനിമകളും OTTയിൽ റിലീസായി കഴിയുമ്പോൾ ഭൂരിപക്ഷം പേരും ഇതാണോ ഹിറ്റായത്, എന്ത് സിനിമയാണെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. ഈ രണ്ട് പ്രേക്ഷകരെയും കണ്ടുകൊണ്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ അതിന് ഏക വഴി തിയേറ്ററിലും സിനിമ കാണുക, OTTയിലും സിനിമ കാണുക. അപ്പോൾ എന്താണ് ആദ്യം ഒരു പ്രേക്ഷകനാവുക, അതിനുശേഷം ഡയറക്ടറോ അല്ലെങ്കിൽ റൈറ്ററോ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല വഴി. അപ്പോൾ പ്രേക്ഷകനായിട്ട് നമ്മൾ സിനിമയെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു, ഒരു സിനിമ നമ്മളെ എൻഗേജ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മളെ എൻജോയ് ചെയ്തത് എന്ന് തിരിച്ചറിയാൻ കഴിയുകയും നമ്മൾ ചെയ്യുന്ന സിനിമയിൽ ആ ഒരു ഫാക്ടർ, അതായത് ഇപ്പം അതിൻ്റെ കഥയോ
ഒന്നും, അതായത് അതിൽ ക്യാരക്ടേഴ്സ് ഒന്നും എടുക്കാനല്ല, പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ ഒരു രീതി നമ്മുടെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലെന്നാണ് പ്രതീക്ഷ. വെബ് സീരീസുകൾ സിനിമയ്ക്ക് വെല്ലുവിളി അല്ല എന്നാണ് എൻ്റെ ചിന്ത. കാരണം സിനിമ ഇപ്പോഴും ഒ ടി ടിയിലൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും പ്രൈമറിലി സിനിമ തിയേറ്ററിന് വേണ്ടി തന്നെയാണ്. തിയേറ്ററിൽ ഹിറ്റാവുന്ന സിനിമയ്ക്കാണ് സിനിമ എന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. ഈ വെബ് സീരീസിൻ്റെ രീതി വേറെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു 2 വർഷം മുന്നേ, അത് കോവിഡ് ആ ലോക്ക്ഡൗൺ കാലഘട്ടമാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഈ ആസ്വാദന രീതിയൊക്കെ മാറ്റിമറിച്ചത്. ആ സമയത്താണ് വെബ് സീരീസുകൾ ശരിക്കും വലുതായിട്ട് പ്രചാരത്തിലാവുന്നത്. കാരണം ഒരുപാട് സമയമുണ്ട്. ഒരു 8 എപ്പിസോഡോ അല്ലെങ്കിൽ 10 എപ്പിസോഡോ ഒക്കെയുള്ള സീരീസ് കാണുന്നതിന് വലിയ പ്രശ്നമില്ല. ഞാനൊക്കെ ആ സമയത്ത് 21 എപ്പിസോഡ് വീതമുള്ള 3-4 സീസണൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് സമയം ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന, നമ്മളെ എൻഗേജ് ചെയ്യുന്ന കണ്ടൻറ്റ് വേണം. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ കാലം മാറി. ഈ അങ്ങനെ ഇരുന്ന്, അതായത് വെബ് സീരീസുകൾക്ക് ഒരു 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ നിലവിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുമ്പ് ഓരോ വെബ് സീരീസുകൾ തേടി പിടിച്ച് പോയി കാണുമായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയ പല സീരീസുകളും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കുറച്ച് കണ്ടു തീർക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ആൾക്കാർ മാറി. അപ്പോൾ പക്ഷേ സിനിമയ്ക്ക് അങ്ങനെയല്ല. സിനിമ ഇപ്പോഴും ഈ 2 മണിക്കൂർ സിനിമ പരമാവധി ഒറ്റയിരുപ്പിൽ കാണും. അപ്പോൾ സിനിമയെ വെബ് സീരീസുകൾ ബാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സിനിമയ്ക്കതൊരു വെബ് സീരീസുകളിൽ നിന്നൊരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെബ് സീരീസുകളിൽ കണ്ടൻറ്റിൽ ലാഗ് വന്നു കഴിഞ്ഞാൽ വെബ് സീരീസിന് വ്യൂ കുറയും. അപ്പോൾ അവർ കണ്ടൻറ്റിനെ അങ്ങനെ ഓരോ മിനിറ്റിലും അതിനെ കണ്ടൻറ്റ് ഇങ്ങനെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്, സ്ക്രിപ്റ്റിലും മേക്കിങ്ങിലൊക്കെ. അല്ലാത്ത വെബ് സീരീസുകളൊക്കെ വീണ് പോയിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ സിനിമയിലേക്ക്, അത് കുറച്ചുകൂടെ കണ്ടൻറ്റ് കുറച്ചുകൂടെ ഡെപ്ത്ത് ഉണ്ടാകുന്ന തരത്തിലേക്ക് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. ചിലപ്പോൾ പല കഥകളും ഇപ്പോൾ ചെറിയ സാഹചര്യങ്ങളിൽ നടക്കുന്ന കഥകളാണ് മിക്ക സിനിമകളിലും. അതായത് മുമ്പ് വന്നിരുന്ന പോലെ, മുമ്പ് സിനിമകൾ എന്ന് പറഞ്ഞാൽ 2-2.25-3 മണിക്കൂറൊക്കെയാണ്. അപ്പോൾ ഒരുപാട് സൈഡ് പ്ലോട്ടുകളും സൈഡ് ട്രാക്കുകളൊക്കെ സിനിമയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും ഒറ്റ ട്രാക്കിൽ പോകും. ചിലപ്പോൾ 1-2 സബ് പ്ലോട്ടുകൾ, അത് ഈ കഥയോട് ചേർന്ന് പോകുന്നതായിരിക്കും, അല്ലാതെ മറ്റ് ട്രാക്കുകളൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ അങ്ങനെ പോകുമ്പോൾ തന്നെ കണ്ടൻറ്റ് സ്ട്രോങ് ആയിട്ട്, നല്ല ഡീപ്പായിട്ട് അതിൽ ഉൾക്കൊള്ളിക്കാൻ ഇപ്പോൾ എല്ലാവരും ശ്രമിക്കാറുണ്ട്. അതിന് ഒരു പരിധി വരെ വെബ് സീരീസുകൾ കാരണമായിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെബ് സീരീസുകൾ സിനിമയെ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ടാണ് സഹായിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യ മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും ഒരു റീച്ച് കിട്ടുകയും അത്യാവശ്യം തിയേറ്ററിൽ ഓടുകയും ചെയ്യുന്ന സിനിമകളാണല്ലോ. പണ്ട് മുതലേ അത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈയിടെ ബാഹുബലി മുതലാണ് ഈ അടുത്തിടെ വന്ന വലിയ ഹിറ്റുകളെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഈ സിനിമകളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ പാൻ ഇന്ത്യൻ ഹിറ്റായ ഏത് സിനിമ എടുത്താലും അത്യാവശ്യം വയലൻസ് ഉണ്ടാവും, മാസ് എലിവേഷനുള്ള സീക്വൻസുകൾ ഒരുപാടുണ്ടാവും. ഇത്തരം സിനിമകൾക്ക് നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഹിറ്റാവുന്ന ചെറിയ സിനിമകൾ എടുത്ത് നോക്കിയാലും അത്രയും കളക്ഷൻ കേരളത്തിൽ നിന്ന് വരാറില്ല. ആദ്യത്തെ ഒരു 2-3 ദിവസത്തിനൊരു വലിയ ബഹളം ഉണ്ടാവും, അവിടെ കഴിഞ്ഞു. കുറേ ഫാമിലിയൊക്കെ പോകാറുണ്ട്. പക്ഷേ അതിനപ്പുറം നമ്മുടെ നാട്ടിലിപ്പോഴും സാധാരണ തിയേറ്ററിൽ പോയി കാണുന്ന ഫാമിലിയൊക്കെ പടം കാണുന്നത് നമ്മൾ കൂടുതലും മലയാള സിനിമ തന്നെയാണ്. കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന പല ചെറിയ സിനിമകളും തന്നെ 30-50 കോടി കളക്ഷനിലേക്ക് എത്തുന്നു. കുറച്ചുകൂടി ആർട്ടിസ്റ്റ് വാല്യുള്ള സിനിമകൾ 100 കോടിയും അതിന് മുകളിലൊക്കെ കളക്ഷനിലെത്തുന്നു. അത്രയും കളക്ഷനൊന്നും ഈ പറഞ്ഞ പാൻ ഇന്ത്യൻ സിനിമകൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല. അതിൻ്റെ ഈ കമ്പാരിറ്റീവ്ലി ചെറിയൊരു എമൗണ്ടാണ്. പിന്നെ ചെറിയ സിനിമകൾക്ക് അത് ബാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ വലിയൊരു പാൻ ഇന്ത്യൻ സിനിമ റിലീസാകുന്ന സമയത്ത് ആ ഒരു ഡേറ്റിൽ ചിലപ്പോൾ നമുക്ക് തിയേറ്റർ അവൈലബിലിറ്റിയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ചെറിയ സിനിമകൾക്ക്. പക്ഷേ അതൊരു മാർക്കറ്റാണ്. നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ ആ എൻ്റർടൈൻമെൻറ്റ് കൃത്യമായി കൊടുക്കാൻ പറ്റിയാൽ അത് മറ്റു ഭാഷയിൽ നിന്നൊരു സിനിമയായാലും അതിനും പ്രസക്തിയുണ്ട് ഇവിടെ. കാരണം അതിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും വേണ്ട എൻ്റർടൈൻമെൻറ്റ് ഇവിടെ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ ഇന്ന ടൈപ്പ് സിനിമകൾ മാത്രം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. എല്ലാത്തരം സിനിമകളും ഇപ്പോൾ ഇവിടെ ഫിലിം ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ഫിലിം ഫെസ്റ്റിവലിൽ വരുന്ന സിനിമകൾ നമ്മളിവിടെ ഒരു വലിയ മാസ് ഓഡിയൻസിനെടുത്ത് അവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടില്ല. പക്ഷേ അതിൻ്റേതായൊരു പ്രേക്ഷകരുണ്ട്. അവർക്ക് വേണ്ട സിനിമകളും കൊടുക്കണം, അവർക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റും കൊടുക്കണം. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ പാകത്തിന് പലതരം സിനിമകൾ വരണം എന്നുള്ളത് തന്നെയാണ് നല്ലത്. അപ്പോൾ പാൻ ഇന്ത്യൻ സിനിമകൾ മാത്രമല്ല, ഇവിടുത്തെ തിയേറ്ററുകളെ അത് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തിയേറ്ററുകൾ നിലനിന്നാൽ മാത്രമേ
സിനിമാ വ്യവസായം നിലനിൽക്കും. അപ്പോൾ തിയേറ്ററുകൾക്ക് ഇപ്പോൾ എന്താ ഒരു പണ്ടത്തെ രീതി 100 ദിവസം സിനിമ ഓടുക എന്നൊക്കെ ഉള്ളതായിരുന്നല്ലോ. അപ്പോൾ അത് മാറി. ഇപ്പോൾ ഈ ഒരു 30 ദിവസം കൊണ്ട് കുറേശ്ശെയായിട്ടൊരു കളക്ഷൻ വരുന്നതിനേക്കാളും തിയേറ്ററുകാർക്ക് ലാഭം ഒരു ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് ഒരു ബൾക്ക് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പടം ഓടിച്ച് പോയിക്കോളും. അപ്പോൾ ഈ ഒരു തിയേറ്റർ ഒരു ഓണറുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ്, ശരിക്കും പല ചെറിയ മലയാളം പടങ്ങളും അവർക്ക് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. അതൊക്കെ ഓടിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പാൻ ഇന്ത്യൻ സിനിമകൾ വന്ന് ആദ്യത്തെ 2 ദിവസം കൊണ്ട് അവർക്ക് വലിയൊരു എമൗണ്ട് കളക്ഷൻ വരുന്നത് കൊണ്ടാണ് ഈ ചെറിയ പടങ്ങൾ ഓടിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് മുതലാവില്ല തിയേറ്ററിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 25-30 പേരെങ്കിലും ഒരു ഷോയ്ക്കുണ്ടെങ്കിലേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും തിയേറ്ററിൽ. പല സിനിമകൾക്കും ചെറിയ പടങ്ങൾക്കൊന്നും പലപ്പോഴും അത്രയൊന്നും ഉണ്ടാവാറില്ല. പല സമയത്തും ഷോ ക്യാൻസലായി പോകാറുണ്ട്. ഷോ ക്യാൻസലായി പോയാൽ പോലും തിയേറ്ററുകാരന് ചിലവുണ്ട്, കുറച്ച് ചിലവ് കുറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെയൊക്കെ അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു വലിയ ഈ കൊട്ടും ആരവമൊക്കെ ഉള്ളൊരു സിനിമ വന്ന് അതിനാദ്യത്തെ ഒരു 2-3 ദിവസം കൊണ്ട് തിയേറ്ററെല്ലാം ഫുള്ളായി ഒരു കളക്ഷൻ വരുന്നത് കൊണ്ടാണ് മറ്റ് സിനിമകളെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു തരത്തിൽ അത്തരം സിനിമകൾ വേണം, എങ്കിലേ മറ്റ് ചെറിയ സിനിമകൾക്ക് നിലനിൽക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പടം റിലീസായ ദിവസം എനിക്കറിയാം, കാരണം ഇത് പ്രൊമോഷനൊക്കെ വളരെ കുറവാണ്. ഇപ്പോഴും ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സിനിമ റിലീസായിട്ടുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ ആൾ വരുന്നത് വളരെ കുറവാണ്. എങ്കിലും ആദ്യത്തെ ദിവസം ഒക്കെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടവരിൽ നമുക്കറിയാവുന്ന ഒരുപാട് പേര്, അറിയാത്തവരൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചൊക്കെ അറിയിക്കുന്നുണ്ട്, പടം എൻഗേജിങ് ആണ്, നല്ല രസമാണ്, അത് എൻജോയ് ചെയ്തു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ കളക്ഷൻ്റെ ഇതിലേക്ക് വരുമ്പോൾ വളരെ കുറവാണ്. കാരണം കൃത്യമായി പ്രൊമോട്ട് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ ചെറിയൊരു കളക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ വലിയ ടെൻഷൻ ഉണ്ടെങ്കിൽ വളരെ വലിയ ടെൻഷനാണ്. കാരണം ഒരു സിനിമ, നമ്മൾ ചെയ്ത സിനിമ പ്രൊഡ്യൂസർക്ക് സേഫ് ആകുമ്പോഴാണ് മറ്റൊരു പ്രൊഡ്യൂസർക്ക് നമ്മൾ വെച്ച് സിനിമ ചെയ്യാനൊരു താല്പര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത പ്രോജക്റ്റിന് വേണ്ടി വീണ്ടും നന്നായി എഫർട്ട് എടുത്ത് ശ്രമിക്കണം പ്രോജക്റ്റ് ഉണ്ടാക്കാൻ. പിന്നെ OTT വന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസർ സേഫ് ആവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. അത് മുടക്കിയ ബഡ്ജറ്റും ചിലപ്പോൾ ഒരു ചെറിയ ലാഭമൊക്കെ വന്നേക്കാം. പിന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ തിയേറ്ററിൽ വർക്കാവാത്തത് ശരിക്കും പടം റിലീസ് ആദ്യത്തെ 3-4 ദിവസം എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പോലും ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം സിനിമ റിലീസായി കുറേ പേര് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ റിസൾട്ട് ശരിക്കും വളരെ മോശമാണ്. അതൊരു ഡയറക്ടറെ സംബന്ധിച്ചോളം നമ്മളുണ്ടാക്കിയൊരു പ്രോഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിയില്ല എന്ന് കാണുമ്പോൾ പിന്നീട് എത്തിക്കാൻ തിയേറ്ററിൽ പിന്നെ ആളെ കയറ്റാൻ വഴിയൊന്നുമില്ല. അത് ആദ്യത്തെ റിലീസായ സമയത്ത് തന്നെ കയറണം. പിന്നെ തിയേറ്ററിൽ മാറിക്കഴിഞ്ഞ് പിന്നെ ആൾക്കാർ അറിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് കൃത്യമായി എത്താൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഭീകരമായിട്ടുണ്ടായിരുന്നു. ഒരു ഡിപ്രഷനിലൊക്കെ ആവേണ്ടതാണ്, പക്ഷേ കുഴപ്പമില്ല. നിലവിൽ ഇപ്പോൾ ഞാൻ കണ്ട സാറയിൽ നോക്കിയാൽ തിയേറ്ററുകാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല തിയേറ്ററുകാരും. എല്ലാവരും അങ്ങനെയല്ലെന്നല്ല, 1-2 തിയേറ്ററിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ തിയേറ്ററിൻ്റെ പേര് പറയുന്നില്ല, അത് ഒരു തിയേറ്റർ മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊതുവേ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഒരു തിയേറ്ററിൽ മാത്രം അവർ ഒരു 9 പേരെത്തിയപ്പോൾ 10 പേരുണ്ടെങ്കിൽ ഷോ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്ന ഒരാൾ പറഞ്ഞു, എന്നാൽ ഒരു ടിക്കറ്റും കൂടെ എടുക്കാം, 10 ടിക്കറ്റ് കിട്ടാൻ പറയാം. ഇല്ല, ഷോ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു സിനിമയ്ക്ക് കയറാനായിട്ട് അവരെ നിർബന്ധിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ഒരു തിയേറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് സിനിമയാണ്. അപ്പോൾ ആ സിനിമ കാണാനായിട്ട് ആൾക്കാർ വരുമ്പോൾ അവരോട് ഇത് കാണേണ്ട, മറ്റൊരു സിനിമ കാണൂ എന്നൊരു തിയേറ്ററുകാരൻ പറയുന്നത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു സംഭവമാണ്. പക്ഷേ അതൊഴിച്ച് ബാക്കി എല്ലാ തിയേറ്ററുകാരും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും ചില തിയേറ്ററുകാരൊക്കെ ഈ എല്ലാ തിയേറ്ററിലും കുറച്ച് പേര് വെറുതെ കറങ്ങി തിരിഞ്ഞ് വരും, ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ കാണാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാരോടൊക്കെ ഈ സിനിമ കൊള്ളാം, നല്ല രസമാണ്, കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററുകാരുണ്ട്. അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു. ഒരു തിയേറ്ററിൽ മാത്രമേ ചെറിയൊരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ളൂ. തിയേറ്ററുകാരുടെ ഭാഗത്ത് നിന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് നല്ല സപ്പോർട്ട് തന്നെയാണ് സിനിമകൾക്കുള്ളത്. കാരണം സിനിമ ഓടിയാലല്ലേ അവർക്കും ഗുണമുള്ളൂ. ഞാൻ പഠിച്ച സ്കൂള് 2 ഒന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് LV പ്രസാദ് ഫിലിം ആൻഡ് TV അക്കാഡമി. അപ്പോൾ അവിടെ ഡയറക്ഷൻ പഠിച്ചിറങ്ങിയപ്പോൾ സിനിമയുടെ ഒരു ബേസിക് എന്താണ് സിനിമ എന്നുള്ളൊരു ആശയം കിട്ടി. അത് കഴിഞ്ഞ് അതിലും വലിയൊരു സ്കൂളിലേക്കാണ് പോയത്, പ്രിയദർശൻ എന്ന ഡയറക്ടറുടെ. പുള്ളിയുടെ 6 പടം ചെയ്തു, ഹിന്ദി മലയാളമൊക്കെ ആയിട്ട്. അത് കുറേ കൂടെ, അതായത് നമ്മൾ തിയറി പഠിച്ചതിനെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാമെന്ന് പഠിച്ചൊരു സ്ഥലമാണ്.
ഒരുപാട് പ്രശ്നങ്ങൾ എന്തൊക്കെ വരാം ഇതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടു പഠിച്ചൊരു സ്ഥലം. പിന്നെ സിനിമയുടെ മേക്കിങ്ങിൻ്റെ രീതിയിലായാലും ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു 6 സിനിമയൊക്കെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്വാധീനം ഉണ്ടാവും. പക്ഷേ അവിടെ നിന്നുകൊണ്ടും എൻ്റേതായൊരു മേക്കിംഗ് രീതി കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു പ്രിയദർശൻ സിനിമ പോലെ ആവാതിരുന്നത്. പ്രിയദർശൻ സാറിനെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ ഫിലിം മേക്കിങ്ങിന് ഒരു കുറേ പൊതു രീതികളുണ്ട്. 2 സിനിമ വർക്ക് ചെയ്ത് തന്നെ മനസ്സിലാവും. പക്ഷേ അത് മറ്റൊരാൾക്ക് അത് കണ്ടു പഠിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു സ്ഥിരം രീതിയുടെ കൂടെ പുള്ളി ആഡ് ചെയ്യുന്ന ഒരു ചെറിയ മാജിക് ഉണ്ട്. അത് പുള്ളിക്ക് മാത്രമേ പറ്റൂ. അതില്ലെങ്കിൽ ഇത് ഭയങ്കര വിരസമായ സിനിമയായി പോകും. അപ്പോൾ അത് ഞാൻ എൻ്റേതായി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും ആവാൻ പറ്റില്ല. അത് ബേസിക്കലി സ്റ്റോറി ടെല്ലിങ്ങിലാണ്. കഥ പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു മുത്തശ്ശി ഒരു കൊച്ചുകുട്ടിയോട് കഥ പറയുമ്പോൾ ആ കുട്ടിക്ക് ഓരോ സെക്കൻഡും ആ കഥ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള ആകാംക്ഷയിൽ ആ കുട്ടി ഇരിക്കുമ്പോഴേ ആ മുത്തശ്ശിയുടെ കഥ പറച്ചിൽ നന്നാവും. അതുപോലെ മുത്തശ്ശി കഥ പറയുന്നത് എപ്പോഴും നന്നായിരിക്കും, കാരണം ഒരുപാട് നാളായിട്ട് പറഞ്ഞുള്ള ശീലമാണ്. അതുപോലെ ഒരു ഡയറക്ടർ ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന ആകാംക്ഷയിൽ പ്രേക്ഷകനെ ഇരുത്താൻ പറ്റിയാലേ ആ ഡയറക്ടർ വിജയിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഓരോ വ്യക്തിയും അവനവൻ്റേതായൊരു ക്രിയേറ്റിവിറ്റി കണ്ടുപിടിച്ചാലേ പറ്റൂ. അത് മറ്റൊരാളിൽ നിന്ന് എടുക്കാൻ പോയാൽ നമ്മുടേതായ ഒരു ആത്മാവ് അതിലില്ലാതെ ഇപ്പോൾ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രേക്ഷകനെ ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഉറപ്പായിട്ടും നമ്മളെവിടുന്നാണ് പഠിച്ചു വരുന്നത് അതിൻ്റെ ഒരു വലിയൊരു അംശം നമ്മളിലുണ്ടാവും. അതിനുവേണ്ടി നമ്മളൊന്നും പ്ലാൻ ചെയ്യണ്ട, അറിയാതെ സംഭവിക്കുന്നത് എപ്പോഴും അത് തന്നെയായിരിക്കും. അപ്പോൾ പ്രിയദർശൻ എന്നുള്ള ഗുരുവിൻ്റെ സ്വാധീനം ഞാൻ അറിയാതെ തന്നെ ഉണ്ട്. ആദ്യ സിനിമ ശരിക്കും ഒരു ചെറിയ സിനിമയായിരുന്നു. എനിക്ക് പണ്ട് മുതലേ ചെറിയ സിനിമകൾ ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. ഒരുപാട് വലിയ സിനിമകൾ വേണ്ടെന്നല്ല, പക്ഷേ നമുക്ക് സ്ഥിരമായി നിലനിൽക്കാൻ എൻ്റെ പ്രതീക്ഷയിൽ ചെറിയ സിനിമകൾ തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ കണ്ട സാറയ്ക്ക് ശേഷം റിലീസിന് മുന്നേ തന്നെ ഞാൻ മറ്റൊരു സിനിമയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. മറ്റൊരു സംവിധായികയാണ്. ആ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിൽ തേരി മേരി എന്ന് പറഞ്ഞൊരു സിനിമ ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും അഭിനയിച്ചിട്ട് പടം. അതിപ്പം പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്, റിലീസിലേക്ക് അടുക്കുന്നു. ആദ്യ സിനിമയിലെ നേരിട്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൽ പരിഹാരം കൊണ്ടുവരാൻ പറ്റി. പക്ഷേ ഇതിലും രണ്ടാമത്തെ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ നമ്മുടെ വർക്കിനെ ബാധിക്കാതെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ബാധിക്കാതെ എങ്ങനെ നേരിടാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തുടർച്ചയായി സിനിമകൾ ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഒരു വലിയൊരു സിനിമ ചെയ്ത് കുറച്ച് നാൾ റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് കുറേ നാൾ ശേഷം അടുത്ത സിനിമ, ഇങ്ങനൊരു ചിന്തയല്ല ഞാനിരിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ വേണമെന്നല്ല, എൻ്റെ ചിന്താഗതി തുടർച്ചയായി സിനിമകൾ ചെയ്യുക. അപ്പോൾ ചെറുതായാലും വലുതായാലും തുടർച്ചയായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്ക് വലിയ സ്റ്റാറുകൾ വേണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സിനിമയിൽ പ്രധാനം അതിൻ്റെ കഥയും അതിനെ നമ്മളങ്ങനെ എൻഗേജിങ് ആയി തിരക്കഥയും അത് ആ എൻ്റർടൈൻമെൻറ്റ് ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിൽ അതിനെ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്നതാണ് സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ടൂൾസ് മാത്രമാണ് നടന്മാരും സ്റ്റാറുകളൊക്കെ തന്നെ. സ്റ്റാർസിനെ യൂസ് ചെയ്യുക, അവരുടെ സ്റ്റാർ വാല്യൂ സിനിമയുടെ മാർക്കറ്റിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് ശ്രമം. അതിന് കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ.